അതുപോലെ തന്നെ പ്രിയദർശിനിയുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ സ്റ്റാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ആപ്പിൽ 1 സ്റ്റാർ 2 സ്റ്റാർ 4 സ്റ്റാർ അങ്ങനെ. അതിൽ 5 സ്റ്റാറുകൾ 11,572 ആണെങ്കിൽ 1 സ്റ്റാർ വെറും 1,227. അത് നല്ലതാണെന്ന് പറഞ്ഞ ആളുകളിൽ തന്നെ 5 സ്റ്റാറിലും പ്രസ് ചെയ്തവരാണ് 1 സ്റ്റാറിൽ പ്രസ് ചെയ്തവരുടെ എത്രയോ കൂടുതൽ, അതാണ് 10 ഇരട്ടി ആളുകൾ. 1 സ്റ്റാറിൽ പ്രസ് ചെയ്തതിന്റെ 10 ഇരട്ടി ആളുകൾ 5 സ്റ്റാറിലും പ്രസ് ചെയ്തിട്ടുണ്ട്. അതേസമയം 2 സ്റ്റാറിൽ പ്രസ് ചെയ്തതൊക്കെ വളരെ കുറവാണ്. എന്തായാലും അതൊക്കെ ഒരു ഇൻഡിക്കേറ്ററുകളും പഠനത്തിന്റെ കാര്യമാണ്. ഞാനതെല്ലാം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യം ഉള്ള ആളുകൾക്ക് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തരാൻ KSRTC എപ്പോഴും വില്ലിംഗ് ആയിരിക്കും. മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇത് ടൂറിസം സെക്ടറിനെ കൂടി ബാധിച്ചിട്ടുണ്ട്. ബാധിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിൽ നിന്നും ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ മലക്കപ്പാറ, ചാലക്കുടിയിലുള്ള മലക്കപ്പാറ സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്ന സ്ഥലമല്ല, അത് ടൂറിസത്തിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണ്. അവിടെ 48% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പാസഞ്ചർ ഏതാണ്ട് പകുതിയിലധികം ആൾക്കാർ, 10 പേര് പോകുന്നത് 15 ആള് പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അത് ബെനിഫിറ്റഡ് ആവുമല്ലോ, അവിടുത്തെ ലോക്കൽ പബ്ലിക്കിന് അത് ബെനിഫിറ്റഡ് ആവും. അപ്പൊ ഗവി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു വനമാണ് ഗവി എന്ന് പറയുന്നത്. അവിടേക്ക് 30% ആളുകൾ കൂടുതൽ പോയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് 46% ആൾക്കാർ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊന്മുടിയിലേക്ക് ഏതാണ്ട് 31% ആളുകൾ അധികം പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹിൽ സ്റ്റേഷനിലുള്ള നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വളരെയധികം ആളുകൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൂടുതൽ ആളുകൾ കയറുന്നതിന്റെ ബുദ്ധിമുട്ട് സാധാരണയിലേക്കൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും അതൊക്കെ നമുക്കിനി മിറ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് ആത്മകമായിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വലിയ പിന്തുണ നൽകി. ജനങ്ങളും അത് നല്ല രീതിയിൽ അതിനെ പിന്താങ്ങിയെന്ന് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷം വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല ഒരു സമീപനം, അതിനെ എതിർക്കുന്നതോ അതിന് വേണ്ടെന്ന് പറയുന്നതുമായിട്ടുള്ള, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നുള്ളതിൽ പ്രതിപക്ഷ കക്ഷികളോട് ഞങ്ങൾക്ക് വളരെയധികം, രാഷ്ട്രീയം ഞാൻ പറയാണ്, വളരെ തൃപ്തിയാണുള്ളത്. അവരുടെ സംഘടനകളിൽ ചില സംഘടനകളൊക്കെ ഒരു ദിവസമൊക്കെ വനിതാ സംഘടനയൊക്കെ സമരം ചെയ്തെങ്കിൽ അതൊന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതെല്ലാം തന്നെ നമുക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയാം. നമ്മുടെ വാഹന, പ്രത്യേകിച്ചും KSRTCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 നയങ്ങളാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഒന്ന് വികേന്ദ്രീകരിക്കുക, നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെയും മറ്റു കാര്യങ്ങൾ വികേന്ദ്രീകരിക്കുക. മറ്റൊന്ന് ജനകീയവൽക്കരിക്കുക. വികേന്ദ്രീകരണം, ജനകീയവൽക്കരണം എന്നീ 2 ആശയങ്ങളുടെ പുറത്താണ് ഞങ്ങൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ഡിപ്പോകളിലും 94 ഡിപ്പോകളിൽ MLA-മാർ, അതാത് സ്ഥലത്തെ MLA-മാർ ചെയർമാനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ഈ ആഴ്ച തന്നെ നിലവിൽ വരും. അതിന്റെ എല്ലാ തരത്തിലുള്ള നടപടികളും ഓർഡറുകളുമായി കഴിഞ്ഞു. എല്ലാ നിയമസഭാ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാൻ അല്ലെങ്കിൽ മേയർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അവർക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഈ ഡിപ്പോ നിൽക്കുന്ന സ്ഥലത്തെ കൗൺസിലറും അതിൽ അംഗമായിരിക്കും. പഞ്ചായത്താണെങ്കിൽ മെമ്പറായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, വളരെ നാളായിട്ട് ഉള്ള ഒരു പദ്ധതിയായിരുന്നു PM റാഹത്ത് എന്ന പദ്ധതി, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. അത് ഇതുവരെ നടപ്പാക്കാതിരിക്കുക. ആ പദ്ധതി എന്താന്ന് പറഞ്ഞാൽ, ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ, ജീവൻ അപായമുള്ള ആക്സിഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ജീവാപായം എന്ന് പറയുമ്പോൾ മരിച്ചതല്ല, അതിനുള്ള
മരിക്കത്തക്ക തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ആണെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ അത് 24 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്ത് FIR ഇടണം. അത്ര സാരമല്ലാത്ത ആക്സിഡന്റ് ആണെങ്കിൽ, പരിക്കുകളോടുകൂടി ആക്സിഡന്റ് ആണെങ്കിൽ അത് 48 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. FIR ചെയ്യണം. അപ്പൊ ഇത് നമ്മുടെ ആശുപത്രികളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 24 മണിക്കൂർ ആക്സിഡന്റ് കേസ് വരും. അപ്പോൾ ഒരാളവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് കൃത്യമായി ഈ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് SHOമാരുമായി, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തരത്തിൽ ഇതിനെ അപ്ലോഡ് ചെയ്യണം. എന്തായാലും ഇപ്പോ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഈ 50 ദിവസത്തിനകത്ത് നമ്മൾ നടപ്പാക്കി. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു, അത് ആരംഭിക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രോഗിക്ക് ഈ കഴിഞ്ഞ ആഴ്ച പൈസ കിട്ടി. കൂടുതൽ ആശുപത്രികളിലേക്ക് അത് വികസിപ്പിക്കണം, സ്വകാര്യ ആശുപത്രികളിലേക്കും അത് വികസിപ്പിക്കാൻ കഴിയും. അതും ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ കോർഡിനേഷൻ കമ്മിറ്റി യോഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കോർഡിനേഷൻ കമ്മിറ്റി നമ്മളിപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്ററാണ്. ഒപ്പം തന്നെ സെക്രട്ടറിയാണ് അത് കൺവീൻ ചെയ്യുന്നത്. റോഡ് സേഫ്റ്റി കമ്മീഷണറുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണറുണ്ട്, KSRTCയുടെ MD ഉണ്ട്, അതുപോലെ മെട്രോപൊളിറ്റൻ സമിതിയുടെ CEO ഉണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ആദ്യത്തെ യോഗം ഈ കെട്ടിടത്തിൽ തന്നെ ചേർന്നു. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ, നിറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് പോലെ അജണ്ട അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഫയൽ മൂവ്മെന്റിന് വേണ്ടി കണ്ടമാന സമയം കളയാതിരിക്കുക. നമ്മുടെ LSC വകുപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ആഴ്ചയും ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റി കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. 50 ദിവസത്തെ കാര്യം എന്നുള്ളത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, ഈ കോപ്പി എല്ലാവർക്കും തരുന്നുണ്ട്. വാഹന നികുതികൾ കുറച്ചതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള വാഹന നികുതി ഇളവ് പരിധി 7 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ PSCയുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ 60 പേരെ നിയമിച്ചു. 60 പേരെ MVI, AMVI തസ്തികകളിൽ നിയമിച്ചു കഴിഞ്ഞു. ഭിന്നശേഷി പാസിന് 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായിട്ട് നമ്മൾ അതിന്റെ വരുമാന പരിധി ഉയർത്തി. കാരണം 2,000 രൂപ പെൻഷൻ കിട്ടുന്ന ആൾക്ക് 24,000 രൂപ വരുമാനമുണ്ട്. അപ്പൊ അവർക്ക് ആർക്കും കിട്ടില്ല. അപ്പൊ നമുക്ക് 50,000 അത് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ KSRTCയിലെ ഒരു നമ്പർ 149 നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷണാർത്ഥം വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പത്രമാധ്യമങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമുണ്ടോ. 24 hours 149 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ അവിടെ ഒരു വളരെ സജീവമായ ഒരു കോൾ സെന്റർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അവരെയൊക്കെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുക മാത്രമല്ല, അവർക്ക് നല്ല പ്രോത്സാഹനം, സമ്മാനങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഓരോ 3 മാസം കൂടുന്തോറും ബെസ്റ്റ് ഡ്രൈവർ, ആ ഡിപ്പോയിൽ ഏറ്റവും നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡീസൽ സേവ് ചെയ്യുക, നല്ല രീതിയിൽ കേടുവരാതെ വണ്ടികൾ ഓടിക്കുക തുടങ്ങിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിനൊക്കെ ഒരുപാട് ഇൻഡിക്കേറ്ററുകളുണ്ട്. കണ്ടക്ടർമാരെടുക്കും എല്ലാം തന്നെ തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കുക, തൊഴിലാളികളെ ശത്രുക്കളായിട്ട് കാണാതെ അവരാണല്ലോ ഇത് റൺ ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ അവരാണ് റൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മുടെ കൂടെ നിർത്തുകയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു വലിയ ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. അത് ഞാൻ ഇന്നിവിടെ പ്രാഥമികമായിട്ടുള്ള അനൗൺസ്മെന്റ് ഇവിടെ നടത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ, നമ്മുടെ സാക്ഷരതാ ക്യാമ്പയിൻ പോലെ റോഡ് സുരക്ഷാ യജ്ഞം നമ്മൾ ആരംഭിക്കുക, റോഡ് സേഫ്റ്റി യജ്ഞം ആരംഭിക്കുക. അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് ഇനിയും കാണാം. മാധ്യമങ്ങളുടെ പിന്തുണ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിൽ കുട്ടികളുടെ പങ്കാളിത്തം, NCC കാഡറ്റുകള്, അതേപോലെ സ്റ്റുഡന്റ് പോലീസ്, നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ പങ്കാളിത്തമുണ്ട്. കുട്ടികളുടെ കരിക്കുലത്തിൽ, +2 വരെയുള്ള കുട്ടികളുടെ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കരിക്കുലം തയ്യാറാക്കിയിട്ടുണ്ട്. അത്
വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ സീബ്ര ലൈനുകൾ, കാൽനട യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി സീബ്ര ലൈനുകളുടെ വിഡ്ത്ത് ഡബിൾ ചെയ്യുകയാണ്. അതിനെയും കൂട്ടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം സീബ്ര ലൈൻ ചില സ്ഥലത്തൊക്കെ 1.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ജീവനിൽ കൊതിയുള്ള ആരും ഈ സീബ്ര ലൈനിൽ കയറില്ല. അപ്പോൾ അത് 3 മീറ്ററും 6 മീറ്ററും ആയിട്ടൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴക്കേക്കോട്ടയിൽ മാത്രമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. നഗരത്തിൽ എല്ലായിടത്തും ഇനി വീതി കൂടിയ സീബ്ര ലൈനുകൾ വരയ്ക്കുകയും ആളുകളെ സീബ്ര ലൈനുകളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സീബ്ര ലൈനിലേക്ക് വണ്ടികൾ കയറി വരരുത് എന്ന ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 50 ദിവസം കൊണ്ട് നടന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി 100 ദിവസത്തെ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്തിന് സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ വേളിയിൽ നിന്ന് കഠിനംകുളം വരെ പാർവതി പുത്തനാറിലൂടെ സിയാലിന്റെ ഒരു സൗരോർജ്ജ ബോട്ട് ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ അതിന്റെ സർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എത്രയോ കാലത്തിന് ശേഷമാണ്. അതൊരു പാസഞ്ചർ ബോട്ടാണ്, അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ബോട്ടല്ല. എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കും, ആളുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അപ്പൊ അതിന് നമ്മുടെ പാർവതി പുത്തനാറ് വീണ്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളിപ്പോ ഒരു ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക. വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ചെറിയ പൈസക്ക് അതിൽ യാത്ര ചെയ്യാം. ഇപ്പൊ അതിന് യാത്രാ സൗകര്യം എന്നതിനേക്കാൾ പോലും ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ. കഠിനംകുളം കായലിൽ ചെന്ന് കറങ്ങി തിരിച്ച് അതേ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.